യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. സുവിശേഷത്തിൽ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ ഭാഗത്ത് 27 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നമ്മളെ വെറുക്കുന്നവരും നമ്മോട് ശത്രുത കാണിക്കുന്നവരുമായ വ്യക്തികളോട് എങ്ങനെ നമ്മൾ പെരുമാറണം. എന്നാൽ 32 മുതൽ 35 വരെയുള്ള ഭാഗത്ത് പ്രത്യേകമായിട്ട് നമ്മൾ കാണുക, നമ്മോട് വളരെ ക്രിയാത്മകമായി പെരുമാറുന്ന വ്യക്തികളോടും എപ്രകാരമായിരിക്കണം നമ്മുടെ സമീപനം. ആദ്യം നമ്മൾ ചിന്തിക്കുക, ആരാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിയോഗികളായിട്ട് വർത്തിക്കുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? നിത്യമായി നമുക്ക് ഒരിക്കലും ഒരു ക്രൈസ്തവന് ശത്രു പാടില്ല എന്നാണ് പറയുക. കാരണം ദൈവം നമ്മെ പാപികളായിരിക്കെ നമ്മെ അനുരഞ്ജിപ്പിച്ചു തൻ്റെ തിരുസുതൻ്റെ ബലി വഴിയായിട്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മോട് ക്ഷമിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധാത്മാക്കൾ, ഉദാഹരണമായ വിശുദ്ധ സ്റ്റീഫൻ, നടപടി പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനമായി മനുഷ്യൻ്റെ മഹത്വം അത് ദൈവഛായയിൽ നിന്നാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും വെറുക്കാനോ നിത്യമായി തള്ളിപ്പറയാനോ നമുക്കാകില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. അതേസമയം തന്നെ ചില വാക്കുകൾ ഈ സുവിശേഷത്തിൽ മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണ് ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിക്കുക? അന്നാസിൻ്റെ മുമ്പിൽ വെച്ച് ഈശോയോ അല്ലെങ്കിൽ ഫിലിപ്പിയിൽ മർദ്ദനമേൽക്കുന്ന വിശുദ്ധ പൗലോസോ അവർ നിഷ്ക്രിയരായി മർദ്ദനമേൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ എടുക്കാനുള്ള വാക്കുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മെ ശല്യപ്പെടുത്തുന്ന നിരവധി വ്യക്തികളുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ പറയുന്ന ശപിക്കുന്നവർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിൻ്റെ നല്ല പേര് കളയാൻ ശ്രമിക്കുന്ന മനുഷ്യർ, അബ്യൂസ് ചെയ്യുന്നവർ. അപ്പോൾ നമ്മെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുന്ന വ്യക്തികളോടുള്ള സമീപനമാണ് ഇവിടെ പ്രത്യേകമായി ചിന്തിക്കുന്നത്. കോപാവേശമോ അല്ലെങ്കിൽ അക്ഷമയോ അല്ല, ക്ഷമയോടെ ആ വ്യക്തിയെ കൂടി നേടാനുള്ള മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗാന്ധിജി സ്വീകരിച്ച അതേ മനോഭാവം, ഗാന്ധിജിക്ക് പ്രചോദനാത്മകമായി ഭവിച്ചത് ഈ വാക്കുകളാണ്, ഈ സുവിശേഷ ഭാഗമാണ് എന്ന് നമുക്കറിയാം. മറിയയിലെ പ്രസംഗത്തിന് സമാനമായി ലൂക്ക നൽകുന്ന ഭാഗമാണിത്. അപ്പോൾ തെറ്റ് സ്വീകരിക്കാനോ കണ്ണടച്ച് തെറ്റിനെ ഉൾക്കൊള്ളാനോ നിഷ്ക്രിയമായിരിക്കാനോ അല്ല ഈ വാക്കുകൾ ഉദ്ദേശിക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവായി പെരുമാറുന്ന വ്യക്തികളോടുള്ള സമീപനം, അവരെ കൂടി നേടണം എന്നുള്ള ആ മനസ്സ്, അവരെ ചേർത്ത് നിർത്താൻ സാധിക്കുന്നിടത്തോളം പരിശ്രമിക്കുന്ന നല്ല മനോഭാവം, സർവോപരി അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വിശാലമായ ചിന്ത, അതാണ് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തെ ഗണത്തിൽപ്പെടുക 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലെ നമ്മെ സ്നേഹിക്കുന്നവരെ പറ്റി പറയുന്നു, അതുപോലെ നമുക്ക് നന്മ ചെയ്യുന്നവരെ പറ്റി പറയുന്നു, അതുപോലെ തിരിച്ച് നമുക്ക് നൽകുന്ന വ്യക്തികൾ, കടം നമ്മൾ കൊടുത്താലും തിരിച്ച് നമുക്ക് നൽകും എന്ന് നമുക്ക് ഉറപ്പുള്ള വ്യക്തികൾ, ഇങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടുള്ള വ്യക്തിത്വമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ പ്രത്യേകത? ഒരു ക്രൈസ്തവൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. മറ്റു മതങ്ങളിലും നന്മയും ചാരിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണ് ക്രൈസ്തവ മതത്തിലെ, ഈശോയുടെ പഠനത്തിലെ സവിശേഷത എന്താണ്? നന്മ സ്വീകരിച്ചാലും നന്മ കിട്ടിയില്ലെങ്കിലും നന്മ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നന്മ എപ്പോഴും നിറഞ്ഞ മനുഷ്യരാകുക,
മറ്റുള്ളവരുടെ കടം അല്ലെങ്കിൽ അവരുടെ തെറ്റായ പെരുമാറ്റം അത് പരിഗണിക്കാതെ പോസിറ്റീവായി ക്രിയാത്മകമായി നന്മയുടെ മനുഷ്യരായി പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ പരിചിതമായ വാക്കുകൾ എപ്പോഴും ഓർക്കുക. ബെനഡിക്ഷൻ, ബെനദീച്ചരെ, നന്മ പറയുക, നന്മ കാണുക. ബെനവോളൻറ്റ്, നന്മ ആഗ്രഹിക്കുക. അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ക്രൈസ്തവരുടെ മനോഭാവം ഇതാകണം. അപ്പോൾ നമ്മുടെ കാരുണ്യപ്രവൃത്തികൾ, രോഗീ സന്ദർശനമാകട്ടെ, ദാനം കൊടുക്കുന്നതാകട്ടെ, തെറ്റുകൾ ക്ഷമിക്കുന്നതാകട്ടെ, അതുപോലെ തന്നെ അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നതാകട്ടെ, ഇങ്ങനെ തുടങ്ങിയ കാരുണ്യപ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലെ എന്തെങ്കിലും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത് എന്ന് ആകരുത്. മൂന്നാമത്, നമ്മൾ ഇപ്രകാരം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാരണം എന്താണ്? അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആ മാതൃകയാണ്, പിതാവിൻ്റെ ആ വലിയ കാരുണ്യമാണ്. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മൾ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ സമാശ്വാസം നമ്മൾ സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മളും കരുണയുള്ളവരാകണം, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകണം എന്ന് പ്രത്യേകമായിട്ട് നമുക്കോർക്കാം. അതുകൊണ്ട് തന്നെയാണ് 2-ാം വത്തിക്കാൻ കൗൺസിലിലെ സഭാധുനിക യുഗത്തിൽ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ 28-ാം ഖണ്ഡികയിൽ പറയുന്നത്, തെറ്റിനെയും തെറ്റിൽ ഉൾപ്പെട്ടവനെയും തമ്മിൽ വേർതിരിച്ച് കാണുക. തെറ്റിനൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, പക്ഷെ തെറ്റിൽപ്പെടുന്നവനെ കാരുണ്യപൂർവ്വം അനുഭാവപൂർവ്വം തിരുത്താനും അവനെ നേടാനും നമ്മൾ പരിശ്രമിക്കണം എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് വിശുദ്ധ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും തിരുനാളാണ്. ലേഖനത്തിൽ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 9-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ കാണിക്കുന്ന ആ തുറന്ന സമീപനം, ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാനും എത്രമാത്രം ക്ലേശങ്ങൾ സഹിക്കാനും ഏതറ്റം വരെയും പോകാനും പൗലോസ്ലീഹ തയ്യാറാണ്. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി, എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മളെപ്പോഴും ഓർക്കുക. വിശാലമായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം. കാരണം ഈശോയാണ് നമ്മുടെ വലിയ പ്രചോദനം. പഴയ നിയമ വായനയിലെ യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ, 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, അവിടെയും ഈ സുവിശേഷത്തിൻ്റെ അർത്ഥം തന്നെയാണ് ഉൾക്കൊള്ളുക. ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 17-ാം വാക്യം, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ എന്നിങ്ങനെ തുടരുന്ന ആ വചനങ്ങൾ നമ്മളിന്നത്തെ സുവിശേഷത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.